MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന മുൻ നിലപാടാണ് തിരിച്ചടിയാകുന്നത്. ഇരു മുന്നണികളും ധാർമ്മിക പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കാൻ BJP രംഗത്തുണ്ട്. വിവരങ്ങളുമായി പ്രജിത്തിലേക്കാണ് പോകുന്നത്. പ്രജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെയാണ് ലൈംഗിക ആരോപണം അടക്കം ഉയർന്നത് എങ്കിൽ പോലും CPM ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാവുകയാണ്. കാരണം മുകേഷ് മുന്നിലുണ്ട്, നിയമസഭയിൽ MLA ആയി രംഗത്തുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തലിന് കൂട്ടായിട്ടുമുണ്ട്. രാഖി, വരുന്ന കുറച്ചു കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഈ കേസുകളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ളൊരു നയത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലേക്കോ CPM സംസ്ഥാന സെക്രട്ടറി പോയില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു. രാഹുലിനെതിരെ കേസെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. അതായത് നേരത്തെ ഈ മുകേഷ് MLAക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു കർശന നിലപാട് അന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചിരുന്നു. അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി തന്നെ അത് വന്നിരുന്നു. കാരണം MLA സ്ഥാനത്തിരിക്കുന്നയാൾ ഒരു ആരോപണം നേരിട്ടാൽ അത് പിന്നീട് രാജിവെച്ചാൽ അദ്ദേഹം അത് കുറ്റവിമുക്തനാവുകയാണെങ്കിൽ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനമില്ല എന്നുള്ള നിലപാടൊക്കെ ആയിരുന്നു അന്ന് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ വലിയ രീതിയിൽ സംരക്ഷണം നിർത്തിയെന്നുള്ള ആരോപണങ്ങൾ പോലും അന്ന് പ്രതിപക്ഷമൊക്കെ ഉയർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തെ ഒരു MLAക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു, അതിനുള്ള തെളിവുകൾ വരുന്നു, അശ്ലീല സന്ദേശങ്ങൾ എന്നുള്ള തെളിവുകൾ വരുന്നു. ആ സാഹചര്യത്തിൽ അന്ന് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ, നിലപാടുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഒരു കുറ്റകരമായ മൗനം CPM നേതൃത്വം പുലർത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പ്രത്യക്ഷത്തിലുള്ള പരാതികൾ വരാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നേരിട്ട് പരാതികൾ വരാത്ത സാഹചര്യത്തിൽ കേസുകൾ എടുത്തിട്ടില്ല. ഈ കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ പാർട്ടി നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ പൊതുവിടത്തിൽ രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം വലിയ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഈ ഓണം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങളുണ്ട്, സാമാന്യ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നിരവധി സർക്കാർ പദ്ധതികളിലെ തടസ്സങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും ഒക്കെ നിലനിൽക്കുന്നു, സർക്കാരിൻ്റെ വീഴ്ചകൾ നിലനിൽക്കുന്നു. ഇതൊന്നും സർക്കാരിനെതിരെ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കോൺഗ്രസും വീണ് പോയിരിക്കുന്നു. കാരണം എല്ലാ ആരോപണങ്ങളുടെയും നിഷ്ഫലമാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയും ഒരു ധാർമ്മിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, നിയമസഭയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണെന്ന് മുകേഷ് MLA നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തന്നെ M വിൻസെൻ്റ് ഒരു മാസം ഇത്തരം ഒരു ആരോപണത്തിൽ ജയിലിൽ കിടന്നിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ജാമ്യത്തിലാണുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ 3 MLAമാരാണ് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ. രാഹുൽ മാങ്കൂട്ടം അതിനു മുൻപ് രാജിവെക്കുന്നില്ല എങ്കിൽ ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് അതേസമയം നിയമസഭയിൽ തുടരുന്നത്, രാജിവെക്കാതെ ഒരു ധാർമ്മിക സാഹചര്യം ഉയർത്തിക്കാട്ടി രാജിവെക്കാതെ നിയമസഭയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്നുള്ള മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ആ വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നത്. അതുകൊണ്ട് രണ്ട് മുന്നണികളും ധാർമ്മികമായ പ്രതിസന്ധിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് BJP ഈ വിഷയങ്ങൾ കൂടുതൽ സജീവമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കൊക്കെയാണ് ഇപ്പോൾ BJP നേതൃത്വം പോയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി രാഹുലിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരാനും BJP നേതൃത്വം കോപ്പുകൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ BJPയുടെ വിവിധ മോർച്ചകളും ഒക്കെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. കാരണം രാഹുൽ ഒരു മാതൃകാ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും വലിയ ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷയുള്ള യുവമുഖം എന്ന രീതിയിൽ രാഹുലിനെ അവതരിപ്പിക്കാനുള്ള പ്രത്യേക ഒരു മാധ്യമ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലൊക്കെ രാഹുലിന് വേണ്ടി ഏത് രീതിയിലാണ് കേരളത്തിൽ PR വർക്കുകൾ നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു നേതാവിൻ്റെ യഥാർത്ഥ മുഖം വ്യക്തമായതോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു പൊതു സമീപനം, അതോടൊപ്പം തന്നെ CPM എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സജീവമായ ചർച്ചകളിലേക്ക് പോകുക, അല്ലെങ്കിൽ വലിയ സജീവമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതിപ്പോൾ രാഹുൽ
രാജിവെച്ചാലും ശരി ഒരു തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. കാരണം ഇനി കുറച്ചു കാലം കൂടി മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ അതിനുള്ളൊരു സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുറച്ചു കാലം കൂടെ കഴിയുന്നതോടുകൂടി അടുത്ത ഏപ്രിലോട് കൂടിയൊക്കെ സംസ്ഥാനത്ത് വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ വരികയാണ്. അപ്പോൾ അതിന് മുൻപൊരു രാജി അതിൽ അത്രത്തോളം പ്രായോഗികമാണ് പുതിയൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൃത്യതയില്ല. പക്ഷേ അത് നടക്കാനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പക്ഷേ ഒരു ധാർമ്മിക വിഷയം അവിടെയുണ്ട്. ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്നതിനടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ രാഹുൽ രാജിവെക്കേണ്ടതാണ് ഒരു ധാർമ്മികമായിട്ടുള്ള നിലപാട് എന്ന വിഷയം ഉയർത്തിക്കാട്ടിയായിരിക്കും BJP വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുക എന്നുള്ളതാണ്. എന്തായാലും രണ്ട് മുന്നണികളും പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ, ധാർമ്മിക പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ രാഹുലിനെതിരെ വിഷയം സജീവ ചർച്ചയാക്കി നിലനിർത്തുകയാണ് BJP. രാഖി. ശരി പ്രജിത്ത്, MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ സാധിക്കാതെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് CPM എന്നുള്ളതാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ MLA കസേരയിൽ മുകേഷ് ഇരിക്കുന്നിടത്തോളം കാലം എന്തുകൊണ്ട് രാഹുലിന് ഇരുന്നൂടെ, രാഹുലിനെ തടഞ്ഞാൽ അത് ഞങ്ങൾക്കും പ്രശ്നമാകുമോ എന്ന ഭയം തന്നെയാണ് CPM എന്നുള്ളത് തന്നെയാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്തത്.